യെസ്. വീണ്ടും നമുക്ക് സന്നിധാനത്തേക്ക് പോകേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിലേക്കാണ് ഇടവേളയ്ക്ക് പോകും മുമ്പ് നമ്മൾ സംവദിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, മുന്നൊരുക്കങ്ങളൊന്നും തന്നെ അവിടെ ഏർപ്പാടാക്കിയിട്ടില്ല. ഇന്നലെയോ മെഞ്ഞാന്നോ അറിഞ്ഞ പോലെയാണ് ഈ സർക്കാരിന് മണ്ഡലകാലം തുടങ്ങാറായി, ഭക്തരൊക്കെ സന്നിധാനത്തേക്ക് വരികയല്ലേ, ഇതിനെപ്പറ്റി ഒന്നും ഒരു ഐഡിയയും ഇല്ല. നേരത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, നേരത്തെ മാസപൂജ തുടങ്ങിയ സമയത്ത് ഇതുപോലൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ടീം ജനം അവിടുത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് തിരക്ക് നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത അത്ര പാളിപ്പോയ ഒരു സാഹചര്യം, അതൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ വളരെ വേഗം തന്നെ എത്തിച്ചേരുന്നു. എന്തായാലും ഈ സമയത്ത് ഒരു തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങളും ഏർപ്പെടുത്താത്ത സർക്കാരിൻ്റെ ഈ ഒരു നിലപാടിനെതിരെ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് സന്നിധാനത്തേക്ക് പോകാം. അരുണും ഒപ്പം തന്നെ മിഥുനും തയ്യാറാണ്. മിഥുൻ, ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം അരുൺ. ഒന്ന്, ഈ മുന്നൊരുക്കങ്ങളൊക്കെ പാളിപ്പോയൊരു സാഹചര്യം, അത് എത്രത്തോളം വലിയ എഫക്റ്റാണ് അവിടെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. രണ്ടാമത്തെ കാര്യം, SIT സംഘം സന്നിധാനത്തുണ്ട്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, കൃത്യമായി തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇനിയും ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി. തീർച്ചയായും എന്തായാലും വലിയ വിവാദങ്ങൾ ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും കളങ്കം നിറഞ്ഞ സമയത്ത് തന്നെയാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം, അതോടൊപ്പം തന്നെ സർക്കാരിനെ സംബന്ധിച്ചോളം ഏറ്റവും കളങ്കം നിറഞ്ഞ ഒരു സമയത്ത് നടക്കുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ പഴികൾ കേൾക്കേണ്ടി വന്നത്. ഈ വിവാദത്തിൽ നിന്നും എങ്ങനെയെങ്കിലും തലയൂരുക, ഈ ആരോപണങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷ നേടുക എന്നുള്ള ഒരേ ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന ആ ലക്ഷ്യം. അതുതന്നെയാണ് ഇവിടെ കണ്ടതും. ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ വന്ന ഗുരുതരമായ വീഴ്ചയ്ക്കുണ്ടാകുന്ന കാര്യങ്ങളും അതൊക്കെ തന്നെയാണ്. എന്തായാലും SIT സംഘം ഇന്നലെ ഉച്ചയോടെ സന്നിധാനത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയോടെ തന്നെ പരിശോധനയിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് SIT സംഘം എത്തിയിരിക്കുന്നത്. അല്ലേ, കട്ടിളപ്പാളി ഒപ്പം ദ്വാരപാലക ശില്പം എന്നിവിടങ്ങളിൽ പൂശിയിരിക്കുന്ന സ്വർണം, ചെമ്പ് എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിക്കുകയാണ് പ്രധാനമായി ലക്ഷ്യം. ഇപ്പോൾ അറസ്റ്റിലുള്ള ആളുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മൊഴിയുണ്ട് SITക്ക്. ആ മൊഴിയോട് ചേർത്ത് വെക്കുന്ന കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് SIT തലവൻ ശശിധരൻ അടക്കമുള്ള ആളുകൾ, 20ഓളം ആളുകൾ അടങ്ങുന്ന സംഘമാണ് ഇന്നലെ ഉച്ചയോടുകൂടി സന്നിധാനത്തേക്ക് എത്തിയത്. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മാത്രമല്ല ഉള്ളത്, വിദഗ്ധ പരിശോധന നടത്തുന്ന ആളുകളും ഈ സംഘത്തോടൊപ്പം ഉൾപ്പെട്ടിട്ടുണ്ട്. സാമ്പിൾ ശേഖരണമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുശേഷം വിദഗ്ധ പരിശോധന ഈ സാമ്പിളിനെ അടിസ്ഥാനമാക്കി നടത്തും. ഉച്ചയ്ക്ക് 1 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഉള്ള സമയത്താണ് തന്ത്രിയുടെ അനുമതി ഈ സാമ്പിൾ ശേഖരണം നടത്തുന്നതിന് വേണ്ടി SIT സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നട അടച്ചതിന് ശേഷം SIT സംഘത്തിന്റെ സാമ്പിൾ ശേഖരണം നടത്തും. അത് പ്രധാനമായും കട്ടിളപ്പാളിയിൽ നിന്നും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിൽ നിന്നും ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയ സ്വർണത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ, അതിൽ കൃത്രിമത്വം എത്രമാത്രം ഉണ്ട്, അളവിലും ഗുണത്തിലും എത്രമാത്രം മാറ്റമാണ് വരുത്തിയിരിക്കുന്നത് എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി, കൃത്യത വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ സാമ്പിൾ ശേഖരണം നടത്തുന്നത്. വിദഗ്ധരായിട്ടുള്ള സംഘം SIT സംഘത്തോടൊപ്പം വിദഗ്ധ പരിശോധന നടത്തുന്ന ആളുകൾ, അവരാണ് ഈ സാമ്പിൾ ശേഖരണം നടത്തുന്നത്. അതിനുശേഷം ഈ സാമ്പിളുകൾ കൊണ്ടുപോയി വിദഗ്ധ പരിശോധന നടത്തുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനയിലേക്ക്, ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള ഘട്ടത്തിലേക്കാണ് SIT സംഘം എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഒരു വിലയിരുത്തലുകളും പ്രത്യേക യോഗങ്ങളും SIT സംഘം വിളിച്ചു ചേർത്തു. അതായത് ഇവിടെ എത്തിയിരിക്കുന്ന SIT സംഘത്തിലുള്ള ആളുകളുടെ പ്രത്യേകമായിട്ടുള്ള വിദഗ്ധരുടെ ഒരു പ്രത്യേക വിലയിരുത്തലുകൾ, ഏത് രീതിയിലാണ് ഇത് സാമ്പിൾ ശേഖരിക്കേണ്ടത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തു, വിലയിരുത്തലുകൾ നടത്തി. അതിനുശേഷമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന തന്ത്രിയുടെ അനുജ്ഞപ്രകാരം മാത്രമേ കട്ടിളപ്പാളിയിൽ നിന്നും ദ്വാരപാലക ശില്പത്തിൽ നിന്നും ഈ സാമ്പിളുകൾ ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അവർക്ക് ലഭിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയമാണ്. ആ സമയത്ത് അവർ സാമ്പിൾ ശേഖരണം നടത്തി കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കും. എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതികളിലേക്കൊക്കെ എത്തേണ്ട ഒരു ഘട്ടം കൂടിയാണ് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ശബരിമലയുടെ ഭക്തരുടെ വികാരങ്ങളെ, വിശ്വാസങ്ങളെ എല്ലാം ഏറ്റവും വ്രണപ്പെടുത്തിയ ഒരു സംഭവമായി മാറിയ ആ സംഭവത്തിൽ കൂടുതൽ പ്രതികളിലേക്ക് എത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ മൊഴികൾ ലഭിച്ചിരിക്കുന്നതുമായി ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ചേർത്ത് വെക്കുന്നതിന് വേണ്ടി ഈ പരിശോധന അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. അതിന്റെ സാമ്പിൾ ശേഖരണം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് 3 മണിക്ക് ഇടയിൽ നടക്കും. തീർച്ചയായും അത് തന്നെ. എന്തായാലും വിവാദങ്ങളുടെ ചുഴിയിലേക്ക് ഭക്തരുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെയായിരുന്നു ശബരിമലയിൽ നടന്നു വന്നത്. പക്ഷേ ഇവിടെ കാണാനാകുന്നത്, നമുക്കറിയാം, നേരത്തെ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ പ്രത്യേക രജിസ്ട്രേഷൻ, അതോടൊപ്പം തന്നെ അത്യാഡംബര സൗകര്യങ്ങൾ, AC ഹാള്, ജർമ്മൻ പന്തൽ, പക്ഷേ അങ്ങനെ എത്തിയിട്ട് പോലും, വലിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് പോലും, ആഡംബര ഹോട്ടലുകളൊക്കെ തന്നെ ഒരുക്കിയിട്ട് പോലും ആളുകൾ എത്താത്ത ഒരു സംഗമമായി അത് മാറി. പക്ഷേ നേരെ മറിച്ച് ഈ ദൃശ്യങ്ങളിൽ, അല്പസമയങ്ങൾക്ക് മുമ്പ് കാണിച്ച ദൃശ്യങ്ങളിൽ പോലെ അങ്ങനെ അണമുറിയാത്ത ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്ത്
സന്നിധാനത്തേക്ക്. നമ്മുടെ പുറകിലുള്ള ഈ ഫ്ലൈ ഓവറിന്റെ പകുതിയിലധികം ഭക്തജനങ്ങളെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്കാണ്. താഴെ നടപ്പന്തലിൽ ഭക്തജനങ്ങൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയായിരുന്നു. മുകളിൽ ഫ്ലൈ ഓവറിന്റെ സംബന്ധിച്ചിടത്താണെങ്കിലും ഇന്നലെ നട തുറന്നപ്പോൾ മുതൽ ഫ്ലൈ ഓവർ മുഴുവൻ ഭക്തജനങ്ങളാൽ തിങ്ങി നിറയുന്നു. അതിലൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. താഴെ നടപ്പന്തലിലേക്ക് പോയാൽ കാണാം മണിക്കൂറുകളോളമാണ് ഭക്തജനങ്ങൾ ക്യൂ നിൽക്കുന്നത്. മുകളിൽ ഫ്ലൈ ഓവറിലായാലും അങ്ങനെ തന്നെ നേരിട്ട് ദർശനം സൗകര്യം ഒരുക്കുമെന്നൊക്കെ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അതൊക്കെ പാളിപ്പോയ ഒരു അവസ്ഥ. ഫ്ലൈ ഓവർ ഉപയോഗിക്കാതെ ദർശനം സാധ്യമാകില്ല എന്ന് തന്നെയാണ് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കം കുറിക്കുന്ന ഈ ദിവസവും നമുക്ക് ഇവിടെ നിന്ന് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും ഇങ്ങനെ ഈ വിവാദങ്ങളും അതോടൊപ്പം തന്നെ അങ്ങനെ ആരോപണങ്ങളൊക്കെ തന്നെ മറുവശത്ത് നടക്കുമ്പോൾ ഭഗവാന്റെ മുന്നിലേക്ക് അഭയം പ്രാപിച്ചുകൊണ്ട് അങ്ങനെ ഭക്തജന ലക്ഷങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. ശ്യാമ, യെസ്, എന്തായാലും വളരെ നന്ദി. ഞങ്ങളുടെ ഇന്നത്തെ ദിവസം വളരെ സമ്പന്നമാക്കിയ രണ്ട് പ്രധാനപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളാണ് അരുണും മിഥുൻ മുരളിയും. ഒരുപാട് സന്തോഷം. എന്തായാലും ഈ വിവാദങ്ങളിലേക്കൊക്കെ ഈ ശബരിമലയെ മനഃപൂർവ്വം വലിച്ചഴക്കാനുള്ള ചില ഗൂഢശ്രമങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഗംഗാപ്രവാഹം പോലെ ഭക്തരുടെ ഒരു ഒഴുക്കാണ് സന്നിധാനത്തേക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാത്രം ദർശനം നടത്തിയത് 55,529 പേരാണ്. 30,000 ആയിരുന്നു ഇന്നലത്തെ മാത്രം ബുക്കിംഗ്. ഡിസംബർ 3 വരെ ബുക്കിംഗ് നിറഞ്ഞു കവിഞ്ഞു എന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. അതായത് എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയാലും എന്തൊക്കെ സൗകര്യങ്ങളില്ലാതെ ദ്രോഹിച്ചാലും മനസ്സ് നിറയെ ആ തിരുരൂപം മാത്രമാണ്. നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ വ്രതമെടുത്ത് ഇതൊക്കെ സഹിച്ച് അവിടെ എത്തി ആ ഭഗവാന്റെ ആ ചൈതന്യമാർന്ന തിരുരൂപം ഒന്ന് കണ്ടാൽ എല്ലാം തികഞ്ഞിരിക്കുകയാണ്.